ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയ്സിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹൃദ്യമായ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ഈ 10 മുതൽ അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ ഫിലിപ്പിയ വിശ്വാസികൾക്ക് പൗലോസിനെ കുറിച്ചുള്ള ഭാരവും അവരുടെ കരുതലുമാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പിയ സഭ ഉണ്ടായിട്ട് പൗലോസ് ആ സഭ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 10 വർഷം കഴിഞ്ഞിരിക്കുക. ഈ 10 വർഷത്തിനിടയിൽ ഫിലിപ്പിയ സഭ പൗലോസിനെ പല പ്രാവശ്യം ഭൗതികമായ കാര്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്കും ബെരോവയിലേക്കൊക്കെ പോയപ്പോൾ അവർ സഹായം ചെയ്തു. 17-ാം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഥേനയിലും കൊരിന്തിലുമായിരുന്ന സമയത്തും പൗലോസിനെ ഭൗതികമായ നിലയിൽ സഹായിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കാര്യം പൗലോസ് ഇവിടെ ഓർപ്പിക്കാം. ഇപ്പോൾ എപ്പഫ്രാദീത്തോസിന്റെ കയ്യിൽ പിന്നെയും താൻ റോമിലായിരുന്ന സമയത്ത് ഭൗതികമായ സഹായം ചെയ്യാൻ. ഇതിലൂടെ പൗലോസിനെ സന്തോഷിപ്പിച്ച കാര്യം, പൗലോസിന് ഫിലിപ്പിയ വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ഭൗതികമായ ആ ധനത്തിന്റെ ഘനത്തെക്കാൾ ഉപരിയായി ഫിലിപ്പിയ വിശ്വാസികൾക്ക് പൗലോസിനുള്ള സ്നേഹം പൗലോസ് ആസ്വദിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ശുശ്രൂഷയിൽ, നാം ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നമ്മെ ശുശ്രൂഷിക്കുന്നവരെ അവരുടെ ആത്മീയമായ ശുശ്രൂഷകൾ നാം സ്വീകരിക്കുമ്പോൾ ഭൗതികമായിട്ട് അവരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നാം ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. നാം അത് വായിക്കുന്ന ഇങ്ങനെയാണ്: വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അതിന് കൊടുക്കുന്നില്ലെങ്കിൽ വഞ്ചിക്കപ്പെടും എന്നാണ് പറയുന്നത്. വഞ്ചിക്കപ്പെടാതിരിപ്പിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഇവിടെ പൗലോസ് 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വിചാരപ്പെടരുത്, നമ്മുടെ അവസ്ഥയെ ഓർത്ത്, നാളെ ഓർത്ത് വിചാരപ്പെടരുത് എന്ന് പറയുകയാണ്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുകയാണ്. എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് വിചാരപ്പെടേണ്ടാത്തത്? നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താവിലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉള്ളതുകൊണ്ട്, നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് ഉള്ളതുകൊണ്ട് നാം വിചാരപ്പെടേണ്ട എന്നാണ് പൗലോസും പത്രോസും ഈ വാക്യങ്ങളിലൂടെ നമ്മോട് അറിയിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് വിചാരമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. കാരണം ദൈവം മറ്റുള്ളവരെ കരുതുന്നത് നമ്മളിലൂടെയാണ്. ആവശ്യത്തിരിക്കുന്നവരെ സഹായിക്കുന്നത് നമ്മിലൂടെയാണ്. നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള വിചാരം ഉണ്ടാകുന്നെങ്കിൽ അത് ദൈവം നമുക്ക് നൽകുന്നതാണ്. ഇവിടെ ഫിലിപ്പി വിശ്വാസികൾക്ക് പൗലോസിനെ കുറിച്ചുള്ള വിചാരം നൽകിയത് ദൈവമാണ്. അതിൽ പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയുള്ളവനായിരിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നാം മറ്റുള്ളവരെ കുറിച്ച് വിചാരപ്പെടുകയും കരുതുകയും ചെയ്യുമ്പോൾ
അവർക്കത് കർത്താവിൽ സന്തോഷിക്കുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, കൊടുക്കുന്നതിലുള്ളതായ ആ സന്തോഷം, അതാണ് വാങ്ങുന്നതിനേക്കാൾ വലിയ സന്തോഷം. ആ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ജഡം നമുക്കെതിരാകാം, ലോകം നമുക്കെതിരാകാം, പിശാചെതിരാകാം. എന്നാൽ പൗലോസിന്റെ കാര്യം അതായിരുന്നു. താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് തൻ്റെ അനുഭവത്തിലൂടെ നാം പറയുന്നുണ്ട്. അങ്ങനെ നാം മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെ സഹായിപ്പാൻ ദൈവം മറ്റുള്ളവരെ ഒരുക്കും. നാം സ്വാർത്ഥരായി തീരുവാൻ പാടില്ല. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സ്വാർത്ഥതയിലൊരു ജീവിതം അല്ല, നമ്മളെ കരങ്ങളിൽ തന്നിരിക്കുന്നതിനെ പങ്കുവയ്ക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. വിചാരിക്കുന്നതായ ഒരു സ്വഭാവം വിശ്വാസികൾക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പ് തന്നെ എനിക്ക് വിചാരം ഉണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ, പൗലോസിനെ കുറിച്ച് കരുതുവാനുള്ള അവസരം ഫിലിപ്പി വിശ്വാസികൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവസരം വന്നപ്പോൾ അവർ തക്കത്തിൽ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, കർത്താവിന് വേണ്ടി നൽകുവാനൊക്കെയുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുക. എന്നാൽ ഈ അവസരമെല്ലാം അവസാനിക്കും. നാം മറ്റുള്ളവരെ വിചാരപ്പെടുകയും കരുതുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ആ മറിയ വിലയേറിയ സ്വച്ഛിതമാംസ തൈലം പുരട്ടി കർത്താവിൻ്റെ ആ കാൽക്കൽ ഇരുന്ന് ആ തൈലം കൊണ്ട് കാലിനെ പുരട്ടി തലയിൽ ഒഴിച്ചു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നു. അവൾക്ക് ലഭിച്ച അവസരം അവൾ ഉപയോഗിച്ചു. ഇനി കർത്താവ് ബഥാനിയയിലേക്ക് വരത്തില്ല. അവൾ ആ കർത്താവ് ബഥാന്യ വിട്ട് യെരുശലേമിലേക്ക് ചെല്ലുന്നു. അവിടെ ക്രൂശിക്കപ്പെടുന്നു. അവിടെ മരിച്ചടക്കപ്പെടുകയാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ മറിയയ്ക്ക് ലഭിച്ചതായ വിലയേറിയ അവസരം മറിയെ പ്രയോജനപ്പെടുത്തിയപ്പോൾ കർത്താവ് പറയുകയാണ്, അവൾ എൻ്റെ സംസ്കാരത്തിനായി ചെയ്തെന്നിരിക്കട്ടെ. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവസരങ്ങളെ തള്ളിക്കളഞ്ഞ് നമ്മളെ കൊണ്ട് പ്രവർത്തനരഹിതമാക്കാതിരിക്കാനാണ് നമ്മുടെ ജഡവും പിശാചും ഒക്കെ ശ്രമിക്കുന്നത്, ലോകം ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവസരങ്ങളെ തള്ളിക്കളയാതിരിക്കുക. അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിശേഷം സഹായിക്കട്ടെ. അതുപോലെ തന്നെ നാം ഓർക്കണം, ഏതൊക്കെ നിലയിൽ നമുക്ക് കരുതാനായിട്ട് കഴിയും, വിചാരപ്പെടാൻ സാധിക്കും. ഒന്നാമതായിട്ട്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ ജീവനെക്കുറിച്ചുള്ള വിചാരവും ഭാരവും നമ്മെ അലട്ടേണ്ടതാണ്. അവർ നിത്യമായ നരകത്തിലേക്കാണല്ലോ പോകുന്നതെന്നുള്ളതായ ഭാരം നമ്മളെ അലട്ടുമ്പോൾ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, അവരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ളതായ വലിയ വിചാരം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. മാത്രമല്ല, നമുക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലുള്ളതായ വിചാരം, ആ ഭാരം നമുക്കുണ്ടാകുമ്പോൾ അത് അനേകർക്ക് നന്മയ്ക്ക് കാരണമായി തീരുന്നു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവാനായിട്ട് സാധിക്കും. പുഴുവും തുരുമ്പും കിടക്കാത്ത, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ അത് മുഖാന്തരമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ആ ദൈവഹിതപ്രകാരം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ആരുടെയും സ്വാധീനത്തിൽപ്പെട്ടോ ആരുടെയും സമ്മർദ്ദത്തിൽപ്പെട്ടോ അല്ല ചെയ്യേണ്ടത്. ദൈവാത്മാവിൻ്റെ ആത്മീയ പ്രേരണയാൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. മറ്റുള്ളവർ നമ്മുടെ ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ അനുഭവിച്ച് അവർ കർത്താവിൽ സന്തോഷിക്കട്ടെ. അങ്ങനെ നമുക്കും കർത്താവിൽ സന്തോഷിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.